നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഫുട്ബോളിന് വേണ്ടി ഇത്തവണ ആര് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ടിറ്റെ പടിയിറങ്ങിയിട്ട് ബ്രസീൽ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. താരങ്ങൾ ക്ലബ്ബിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ദേശീയ ടീമിന് വേണ്ടി അതേ പെർഫോമൻസ് വരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. എന്നാൽ ഇപ്പോൾ റാഫിഞ്ഞയും വിനിയും ഒക്കെ കഴിഞ്ഞ കളിയിൽ വലിയൊരു സൂചന തന്നിട്ടുണ്ട്. അതവർ തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. റാഫിഞ്ഞയുടെ ഈ സീസൺ ഒന്ന് നോക്കുക, 50 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ താരങ്ങളിൽ ആരും 2019 ശേഷം ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് 50 ഗോൾ കോൺട്രിബ്യൂഷനുകളിലേക്ക് എത്തിയിട്ട് പോലുമില്ല. ഇനി യൂറോപ്പിൽ കളിക്കുന്നവരുടെ കണക്ക് നോക്കിയാലോ, ബ്രസീലിയൻ താരങ്ങളുടെ കണക്ക് നോക്കിയാലോ 2018 ശേഷം മറ്റാരും 50 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. അവസാനമായിട്ട് എത്തിയിരുന്ന നെയ്മറാണ്. ആ നെയ്മറുടെ കണക്കിനെയൊക്കെ മറികടന്ന് പോവുകയാണ് ഇപ്പോൾ റാഫിഞ്ഞ ചെയ്യുന്നത് എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. 2019 ഏറ്റവും ഇതിന് മുമ്പ് ഒരു ബ്രസീലിയൻ താരം 50 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിയത്. അത് ഗബ്രിയൽ ബർബോസ എന്ന ഗാബിഗോളാണ്. അത് ബ്രസീലിയൻ ക്ലബ്ബിലാണ്, ബ്രസീലിയൻ ലീഗിലാണ് അതുണ്ടായിരുന്നത്. 43 ഗോളുകളും 12 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ വക വന്നിട്ട് 55 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ഇപ്പോൾ ഓൾറെഡി റാഫിഞ്ഞ 47 കളികളിൽ നിന്ന് 31 ഗോളുകളും 19 അസിസ്റ്റുകളുമായിട്ട് 50 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ 2019 ശേഷം ആദ്യമായിട്ടൊരു ബ്രസീലിയൻ താരം 50 ഗോൾ കോൺട്രിബ്യൂഷനിലെത്തുന്നു. 2019 ബ്രൂണോ ഹെൻറിക്ക് ഈ പറഞ്ഞ പോലെ 64 കളികളിൽ നിന്ന് 51 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം 35 ഗോളുകളും 16 അസിസ്റ്റുകളും. ഇതും ബ്രസീലിയൻ ലീഗിൽ സംഭവിച്ചതാണ്. നെയ്മറാണ് യൂറോപ്പിൽ ഏറ്റവും ഒടുവിലായിട്ട് ഒരു ബ്രസീലിയൻ താരം 50 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിയ താരമുള്ളത്. അത് 2017-18 സീസണിൽ PSG വേണ്ടി 43 കളികളിൽ നിന്ന് 33 ഗോളുകളും 19 അസിസ്റ്റുകളുമായിട്ട് 52 ഗോൾ കോൺട്രിബ്യൂഷനായിരുന്നു. 2017 ഹൾക്ക് 44 കളികളിൽ നിന്ന് 30 ഗോളുകളും 21 അസിസ്റ്റുമായിട്ട് 51 ഗോളുകളിലേക്ക് എത്തിയിരുന്നു. അതിനു മുമ്പ് 2016-17 നെയ്മർ ജൂനിയർ FC ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ 2016-17 കണക്ക് നോക്കുമ്പോൾ അദ്ദേഹം 57 കളികളിൽ നിന്ന് 30 ഗോളുകളും 31 അസിസ്റ്റുകളുമായിട്ട് 61 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് പോയിരുന്നു. അതേ ക്ലബിന് വേണ്ടി, അതായത് ബാഴ്സയ്ക്ക് വേണ്ടി 2015-16 53 കളികളിൽ നിന്ന് 33 ഗോളുകളും 20 അസിസ്റ്റുമായിട്ട് നെയ്മർ 53 ഗോളുകളിലേക്കും പോയിട്ടുണ്ടായിരുന്നു. സോ നെയ്മർക്ക് ശേഷം ബാഴ്സലോണയിൽ 50 ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്ന ആദ്യ താരം റാഫിഞ്ഞ. നെയ്മർക്ക് ശേഷം യൂറോപ്പിൽ 50 ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്ന ആദ്യ താരം റാഫിഞ്ഞ. ഇനി ബ്രസീലിയൻ താരങ്ങളുടെ മൊത്തം കണക്ക് ബ്രസീലിൽ കളിക്കുന്നവരെ കൂടി എടുത്താൽ 2019 ശേഷം കഴിഞ്ഞ 6 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് 50 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തുന്നവൻ റാഫിഞ്ഞ. യെസ്, റാഫിഞ്ഞയിൽ വലിയ പ്രതീക്ഷ ബ്രസീലിനുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കുക, ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ കണക്കുകളോ 2026 കോൺമെബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ, അതായത് 2026 വേൾഡ് കപ്പിനുള്ള കോൺമെബോളിൻ്റെ ക്വാളിഫയറിൽ 5 ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് ബ്രസീലിന് വേണ്ടി. എല്ലാ ബ്രസീലിയൻ താരങ്ങളെ കൂടി നോക്കിയാൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയത് ഇപ്പോൾ റാഫിഞ്ഞയാണ്, 5 ഗോളുകൾ. ഒന്നാം സ്ഥാനത്ത് അദ്ദേഹം. ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് റാഫിഞ്ഞയാണ്, 7 എണ്ണം. ഏറ്റവും അധികം കീ പാസുകൾ 21 എണ്ണം റാഫിഞ്ഞയാണ്. ഏറ്റവും അധികം പാസുകൾ ഫൈനൽ തേർഡിൽ അത് റാഫിഞ്ഞയാണ്, 63. ഏറ്റവും അധികം പാസ് കംപ്ലീഷൻ്റെ കണക്ക് നോക്കിയാലും അതും റാഫിഞ്ഞയാണ്. ഏറ്റവും അധികം ഷോട്ടുകൾ ഉതിർത്തത് 12 എണ്ണം, അതും റാഫിഞ്ഞയാണ്. ചുരുക്കത്തിൽ ബ്രസീലിന് വേണ്ടി പൊളിച്ചെടുക്കുകയാണ് റാഫിഞ്ഞ എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കണം. ക്ലബ്ബിന് മാത്രമല്ല ബ്രസീലിന് വേണ്ടിയും അദ്ദേഹം മിന്നുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.